ഒരു മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ മിനിസ്റ്റർ വളരെ ഇമോഷണലായി വയനാട് സമയത്ത്. അന്ന് അതിനെ മനുഷ്യത്വമായി വ്യാഖ്യാനിച്ചവരും അഭിനയമായി വ്യാഖ്യാനിച്ചവരുമുണ്ട്. അപ്പോൾ മിനിസ്റ്റർക്ക് ആ പറയുന്ന വിമർശനങ്ങളോട് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപർണ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരുപാട് അനുഭവങ്ങൾ അതിലുണ്ട്. ഞാനതിൽ ഏറ്റവും ഇതായി കാണുന്ന ഒരു കാര്യം, രണ്ടോണ ദിവസം രാവിലെ ഞാൻ എൻ്റെ മണ്ഡലത്തിലെ ഒരു ചെറിയ സ്ഥലത്ത് ഒരു ഓണപരിപാടിക്ക് ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 10-15 മാധ്യമങ്ങളുടെ ക്യാമറകൾ ഇങ്ങനെ നിരന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ വിശേഷം. അപ്പോൾ അവർ പറഞ്ഞു, കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു കുഴിക്ക് 75,000 രൂപ, ഒരു മൃതശരീരത്തിന് 75,000 രൂപ വെച്ച് പണം കൊടുത്ത് മേടിച്ചു എന്നൊരു ആരോപണം ഇപ്പോൾ ഒരു ചാനൽ ഉന്നയിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. അപർണ 36 മണിക്കൂർ പൂർണ്ണ വിവസ്തരാക്കി നിർത്തി മുഖ്യമന്ത്രി മുതൽ ഞങ്ങൾ മന്ത്രിമാരെ എല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്തു. കേരളത്തിലെ ചാനലുകൾ ശീതീകരിക്കപ്പെട്ട മുറികളിലിരുന്ന് എന്തെല്ലാം ശവത്തിന് വില പറഞ്ഞു, മൃതശരീരത്തിന് വില പറഞ്ഞു. സത്യത്തിൽ അവിടെ പുത്തുമലയിലുണ്ടായ ബറയിൽ ഒരനുഭവമായിരുന്നു, വ്യത്യസ്തമായൊരു അനുഭവം. ഗംഗയുടെ തീരത്തൊക്കെ ആയിരക്കണക്കിന് ശരീരം മനസ്സിലാകാത്ത വിധത്തിൽ ഒറ്റപ്പെട്ടു പോയ ഭാഗങ്ങൾ കൈകൊണ്ട് തൊടാൻ പേടിച്ചിട്ട് JCB കൊണ്ട് കോരിയെടുത്ത് കുഴിയിലെടുത്ത കാഴ്ച കണ്ട് മരവിച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സ്. പക്ഷേ ഈ പുത്തുമല 298 പേര് മരിച്ചതിൽ 174 പേരെ മാത്രമേ ആകെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ. 32 പേർ കാണാതെ മരണപ്പെട്ടവരായി കരുതി. അതൊഴിച്ചു ബാക്കിയുള്ള അറിയപ്പെടാത്തവരുടെ മൃതശരീരങ്ങൾ, അതിൽ കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, ചെവിടുണ്ട്, തകയുണ്ട്, ഹൃദയമുണ്ട്, ഓരോ പാർട്സായിരിക്കും. ഓരോ പാർട്സ് പോലും അത്ര ബഹുമാനത്തോടെ പൊതുദർശനത്തിന് വെച്ച് ഓരോ ശരീരഭാഗത്തിനും സർക്കാരിന് വേണ്ടി ഞങ്ങൾ റീത്ത് വെച്ച് സർവമത പ്രാർത്ഥന നടത്തി, പോലീസിൻ്റെ ഗൂഗിൾ സല്യൂട്ട് നടത്തി, 4 യുവജന സംഘടനാ പ്രവർത്തകർ, വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ള യുവജന സംഘടനാ പ്രവർത്തകർ, ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ DNA ടെസ്റ്റിൻ്റെ നമ്പർ നശിക്കാതിരിക്കാൻ പ്ലാസ്റ്റിക് കുപ്പിയിലിട്ട് അതിൽ വെച്ച് അടക്കം ചെയ്തതാണ് ഈ പുത്തുമല. ഞാൻ ആഗസ്റ്റ് 24-ാം തീയതി ഒരു മാസക്കാലത്ത് ദുരന്ത നിവാരണ പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പുത്തുമലയിലൊന്ന് ചെന്ന് നിന്നു. ആ ഗ്രൗണ്ടിൽ അക്ഷരാർത്ഥത്തിൽ കണ്ടാൽ പ്രയാസപ്പെടും നമ്മൾ. സാധാരണ ഒരു മനുഷ്യൻ മരിച്ചാൽ മരണപ്പെട്ടവൻ്റെ കുഴിയുടെ ചൂട് ആറുന്നതിന് മുമ്പ് നല്ല മാർബിളിട്ട് മനോഹരമായി ശവക്കല്ലറ പണിത് ജനിച്ച നാളും പേരും വീടും തറവാടും ഒക്കെ ഏറ്റവും നല്ല മാർബിളിൽ കൊത്തിവെച്ച് അദ്ദേഹത്തിനോടുള്ള മരണപ്പെട്ടവനോടുള്ള സ്നേഹം കാണിക്കുന്ന മലയാളിയുടെ മുമ്പിൽ ആഗസ്റ്റ് 24-ന് ഞാനവിടെ പോയി നിൽക്കുമ്പോൾ 202 കുഴികളുടെ തലപ്പത്ത് എഴുതി വെക്കാൻ ഒരു പേര് പോലും ഇല്ലാതെ DNA ടെസ്റ്റിന് കൊടുത്തയച്ച നമ്പർ മാത്രം കോൺക്രീറ്റ് കാലിൽ വെച്ച് സംസ്കാരം നടത്തിയ ഈ പുത്തുമലയിൽ ഒരു മൃതശരീരത്തിന് 75,000 രൂപ വെച്ച് ഏറ്റെടുത്തു എന്ന തെറ്റായ വാർത്ത, ആഗസ്റ്റ് 17-ന് കൊടുത്ത ഒരു മെമ്മോറാണ്ടത്തെ കുറിച്ചിട്ടുള്ള തെറ്റായ വാർത്ത 36 മണിക്കൂർ ഈ മലയാളത്തിൽ ശീതീകരിക്കപ്പെട്ട മുറികളിലെ മാധ്യമ ചർച്ചയ്ക്ക് വിധേയമായല്ലോ. എന്നിട്ട് ഏറ്റവും അവസാനം എന്തുണ്ടായി? ഈ മാധ്യമ പ്രവർത്തകരെല്ലാം അവസാനം 3 മിനിറ്റ് കൊണ്ട് ഇത് ആഗസ്റ്റ് 17-ന് കേരളം കൊടുത്തൊരു മെമ്മോറാണ്ടം മാത്രമാണെന്നും ഒരു പണം കിട്ടിയിട്ടില്ലെന്നും ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണെന്നും 3 മിനിറ്റ് കൊണ്ട് മറുപടി പറഞ്ഞു. എന്നിട്ട് അതിലും മത്സരമായിരുന്നു. ആദ്യം റിപ്പോർട്ട് ചെയ്താരാണ്, ഫസ്റ്റ് റിപ്പോർട്ട് ഓൺ എന്ന പേരിൽ മത്സരമായിരുന്നു. യഥാർത്ഥത്തിൽ ആ 36 മണിക്കൂർ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾക്ക് ആര് സമാധാനം പറയും? സത്യത്തിൽ ആഗസ്റ്റ് 17-ന് ഞങ്ങൾ കൊടുത്ത മെമ്മോറാണ്ടത്തിൽ ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ എഴുതിയിട്ടുള്ള ചിലവാണ്, എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് പോയപ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചെലവ് ഞങ്ങൾക്കൊന്ന് എഴുതി അയക്കൂ. 1 രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. ഞാൻ പരാതിക്ക് പറഞ്ഞതല്ല. എന്നിട്ടും ആക്രമിച്ചു. ഒരിക്കലും വിതരണം ചെയ്യാത്ത ബ്രെഡ് പൂത്തു എന്നൊരു സംഘം ആളുകൾ അവിടെ പ്രചരിപ്പിച്ചു. ഇതിനെയൊന്നും ആ വിധത്തിൽ എടുക്കുന്നില്ല ഞങ്ങൾ. പക്ഷേ അവിടെ നമുക്കുണ്ടാകുന്നൊരു പ്രയാസമുണ്ട്. സാധാരണ മനുഷ്യൻ്റെ നാടല്ലേ, അവരനുഭവിക്കുന്ന വികാരങ്ങളില്ലേ. ഞാൻ സമയമെടുക്കല്ല, പക്ഷേ അവരോട് വ്യക്തിപരമായിട്ടുള്ള ബന്ധം കൊണ്ടൊരു അനുഭവം പറയണമെന്ന് വിചാരിച്ചു. അവിടെ ഞാൻ നിയമസഭയിൽ പറഞ്ഞതാണ്, അവിടെ ആദ്യത്തെ ദിവസം ജൂലൈ 30-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് ഒരു പെൺകുട്ടി എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, ഒരു വാട്സപ്പ് സന്ദേശം. 12:45 നേരത്ത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണ്, ഒരു അമ്മയാണ് ആ കുട്ടി. അവർ 3 വരി എഴുതിയുള്ളൂ ആ സന്ദേശത്തിൽ. സാർ, ചൂരൽമലയിലെ വാർത്തകൾ കണ്ട് കരൾ പിടയുകയാണ്. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ട വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായൊരമ്മ വെളിപ്പാടകല കാത്തിരിക്കുന്നുണ്ട് എന്ന് അങ്ങ് എനിക്ക് വേണ്ടി അവരറിയിക്കണം. ഇതാണ് 3 വരി. അതാണ് യഥാർത്ഥത്തിൽ മലയാളം. ആ മലയാളത്തിൻ്റെ ഹൃദയവും മാറും
ചുരക്കുന്ന അമ്മമാരുടെ മുമ്പിലേക്കാണ് ഈ വില കുറഞ്ഞ വർത്തമാനവുമായി നാം തർക്കം നടത്തുന്നത്. അതുകൊണ്ട് തർക്കത്തിലൊന്നും ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലൊന്നും ഞങ്ങൾ അഭിപ്രായം പറഞ്ഞില്ല. ചൂരൽമലയിൽ വരാത്തവർക്ക് പലതും തോന്നും. ചൂരൽമലയിൽ ആ ദിവസങ്ങളിൽ പെരുമഴയത്ത് നിന്നൊരു മനുഷ്യനും അതൊന്നും ഒരഭിനയമോ ഒരാർത്തിയായി തോന്നില്ല. അവിടെ പൊട്ടിക്കരയാത്ത മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് മനസാക്ഷിയില്ല എന്നുള്ള പക്ഷക്കാരാണ് ഞങ്ങൾ എത്ര കടുത്ത ദുരന്ത മുഹൂർത്തങ്ങൾ ഇതുപോലെ നിന്നിട്ടുണ്ട്. അവിടെ ഒന്നും കാണാത്ത വേദനകളുടെ പകലും രാത്രിയായിരുന്നു കടന്നുപോയത്. രാവെത്ര പകലെത്ര സമയമെത്ര എന്നറിയാത്ത വിധം ഞാനോ മന്ത്രിമാരോ അല്ല, ഒരു നാട് മുഴുവൻ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകളും കൊടുക്കാത്ത ബ്രെഡ് പൂത്തു എന്ന് പറയുമ്പോൾ അവിടെ 100 കണക്കിന് ആളുകൾ പറഞ്ഞു അവരൊരു ദിവസം ഭക്ഷണമേ കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ 2 ദിവസം അവരിങ്ങനെ നടക്കുകയാണ്. ഓരോ ചവിട്ടുന്ന ചെറിയ ഇടങ്ങളിൽ കയ്യും കാലും പ്രത്യക്ഷപ്പെടുന്ന ഒരു നാട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഒരു തർക്കം ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതൊക്കെ ഇതിനകത്ത് നടത്തുന്ന ചില ഗിമ്മിക്കുകളാണ്. തീർച്ചയായും. ഇപ്പോൾ നമുക്ക് പലയിടങ്ങളിലും ആദിവാസി സമൂഹം, അതായത് പലയിടത്തും ചിതറിക്കിടക്കുന്നുണ്ട്. ഇവരെയൊക്കെ തന്നെ ഈ നമുക്ക് ഏകോപിപ്പിച്ച് ഇവർക്കൊക്കെ ഭൂമി ലഭ്യമാക്കാൻ കഴിയുന്ന നിലവിൽ റവന്യൂ വകുപ്പിന് സാധ്യമാണോ? വലിയ ആദിവാസി മേഖലകളിലെ വലിയ സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ തീരുമാനിക്കുന്ന പരമാവധി ഭൂമി കൊടുക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് നമ്മൾ. ഇപ്പോൾ ഈ ജൂൺ മാസത്തിൽ നമ്മളൊരു വലിയ പ്രഖ്യാപനം വരികയാണ്. അതായത് കേരളത്തിൽ 536 വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി മാറ്റുകയാണ്. 536 ROR മാത്രം, കൈവശ രേഖ മാത്രം കൊടുത്തിരുന്ന വനഗ്രാമങ്ങളിൽ ഉള്ള മുഴുവൻ ആളുകൾക്കും ഈ ജൂലൈ മാസം മുതൽ അവരുടെ ടാക്സ് അടയ്ക്കാം. ചരിത്രത്തിൽ ആദ്യമായി ടാക്സ് അടയ്ക്കാം. ടാക്സ് അടച്ചത് കൊണ്ട് എന്ത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുന്നു. ആദിവാസി മേഖലകളിൽ ഞങ്ങളൊരു പ്രത്യേകമായിട്ടുള്ള SOP തയ്യാറാക്കി, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കി, പട്ടയ മിഷൻ ഉൾപ്പെടുത്തി ആദിവാസി മേഖലകളിലുള്ളവർക്ക് പ്രത്യേകമായ പട്ടയം. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ എത്രയോ 50 വർഷമായി, അതായത് 57-ൽ പീച്ചി ഡാം ഉണ്ടാക്കുന്ന കാലത്ത് അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവരാണ്. ഞങ്ങളിപ്പോൾ 44 കുടുംബങ്ങൾക്ക് 1.5 ഏക്കർ വീതം ഭൂമി കൊടുത്ത ഒളകര എന്ന ആദിവാസി കോളനി. അപ്പോൾ വളരെ ശ്രമകരമായ പരിശ്രമം നടത്തി. പ്രത്യേകിച്ച് ഈ മണ്ണിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന്മാരാണ് അവർ, ആദിവാസികൾ. അവരെ പറ്റിച്ചവരും അവരെ കബളിപ്പിച്ചവരുമാണ് അധികമുള്ളത്. ഇപ്പോൾ പിന്നെ ധാരാളമായ പട്ടയ പ്രശ്നങ്ങളും ഭൂമി തട്ടിപ്പും ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് അട്ടപ്പാടി. അട്ടപ്പാടി താൽക്കാലിക തണ്ടപ്പേരാണ് ഇതുവരെ. ഞങ്ങളത് നിർത്തി. കുറേ പ്രതിഷേധം ഉണ്ടായി. പക്ഷേ ഇനി താൽക്കാലിക തണ്ടപ്പേരില്ല, സ്ഥിരം തണ്ടപ്പേർ. ആ താലൂക്കിൽ 6 വില്ലേജേ ഉള്ളൂ. ആ താലൂക്ക് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് വന്നപ്പോൾ കൊണ്ടുവന്ന അവിടെ 6 താലൂക്ക് വില്ലേജേ ഉള്ളൂ. 6 വില്ലേജിലും ഈ ഗവൺമെന്റിന്റെ കാലത്തിനുള്ളിൽ ഡിജിറ്റൽ റീസർവേ നടക്കും. ഒരു വില്ലേജിന് ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ ആ വില്ലേജിലാകെ 300 ചില്ലാന ഹെക്ടർ ഭൂമിയുള്ളിടത്ത് 6000 ചില്ലാന ഹെക്ടർ ഭൂമിക്ക് തണ്ടപ്പേർ ആളുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഭൂമിക്ക് തണ്ടപ്പേരുണ്ട്, പക്ഷെ ഭൂമി മോൾക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ഭൂമി നിലത്തല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് റോഡ് വേണമെങ്കിൽ 3-4 ഘട്ടമായിട്ട് ഉണ്ടാക്കാം. ഇത് ലെയർ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ തട്ടിപ്പ് ഒഴിവാക്കുക എന്നുള്ളത് സ്ഥിരം തണ്ടപ്പേരിലൂടെ സാധിക്കും. അതിൻ്റെ ഏറ്റവും ബേസിക് സാധനമാണ് ഡിജിറ്റൽ റീസർവേ. അപ്പോൾ അത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ അട്ടപ്പാടിയിൽ പൂർത്തീകരിക്കും. ഇങ്ങനെ പ്രധാനപ്പെട്ട ചില മേഖലകളിൽ ആദിവാസികളുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ പ്രശ്നങ്ങൾ ഞങ്ങൾ എടുക്കുന്നുണ്ട്, പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് എത്രത്തോളം ഭവനരഹിതർ നിലവിലുണ്ട്? ആ ഭവനരഹിതർക്ക് ഭൂമി ലഭ്യമാക്കുന്ന രീതിയിൽ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഭൂരഹിതരും ഭവനരഹിതരും രണ്ടായിട്ട് നമുക്ക് കാണേണ്ടി വരും. ഇപ്പം ലൈഫ് എന്ന പദ്ധതിയിലൂടെ 4,54,000 പേർക്ക് നമുക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞു. ഭൂരഹിതരുടെ കണക്കിൽ നമുക്കുള്ളൊരു പ്രശ്നം, ഓരോ മിനിറ്റിലും ഒരു ഭൂരഹിതൻ ജനിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്ക്. കാരണം അണുകുടുംബങ്ങളിലേക്ക് അതിവേഗം യാത്രയാണ് മലയാളികളുടെ. കൂട്ടുകുടുംബങ്ങളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. കൂടുതൽ ഭവനരഹിതരുണ്ടാകും. നമ്മളിപ്പോൾ കേരളത്തിൽ 4,09,000 പട്ടയം ഇതിനകം വിതരണം ചെയ്തു ഈ കാലത്തിനകത്ത്. ഈ ഗവൺമെന്റ് പൂർത്തിയാകുന്നതിന് 4 വർഷക്കാലത്തിനിടയിൽ, 4 നേരത്തെ തുടങ്ങി 9 വർഷക്കാലത്തിനിടയിൽ ഈ ഗവൺമെന്റ് പൂർത്തിയാകുന്നതിനിടയിൽ അത് 5 ലക്ഷമായിട്ട് ഉയരും. എന്ന് മാത്രമല്ല, കേരളത്തിലൊരു പട്ടയ മിഷൻ രൂപീകരിച്ചിരിക്കുകയാണ്. ഓരോ മണ്ഡലത്തിലും, അത് പ്രതിപക്ഷ നേതാവാകട്ടെ മുഖ്യമന്ത്രിയാകട്ടെ, ആ MLA-യുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് മെമ്പർമാർ, വാർഡ് കൗൺസിലർമാർ വരെയുള്ളവരുടെ പ്രത്യേകമായിട്ടുള്ള പട്ടയ അസംബ്ലി നടത്തി ഇനി ആർക്ക് ഭൂമി കിട്ടാനുണ്ട് അതവിടെ ചർച്ച ചെയ്ത് അവരുടെ ലിസ്റ്റ് എടുത്ത് അത് പരിഹരിക്കാൻ ഒരു പട്ടയ ഡാഷ്ബോർഡ് ഉണ്ടാക്കി 3 മാസത്തിൽ റവന്യൂ മന്ത്രി തന്നെ നേരിട്ട് ആ ഡാഷ്ബോർഡ് അദാലത്തിന് വിധേയമാക്കി
അങ്ങനെ നമ്മളൊരു കുറേ പട്ടയങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു വലിയ അനുഭവമാണ് ഇത്. ഭൂമി എത്രയോ വർഷങ്ങളായിട്ടില്ലാത്തവന്റെ കയ്യിൽ ഇത് കിട്ടുമ്പോൾ മരിച്ചാൽ കുഴിച്ചിടാനൊരിടം എന്നവർ പറയും. ചിലരൊക്കെ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അമ്മമാരുടെ കരച്ചു കേട്ട നമുക്ക് സങ്കടം തോന്നും. ഞങ്ങൾ മരിച്ചാൽ ഇവിടെ കുഴിച്ചിടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അത് നമ്മളോടുള്ള വിരോധമല്ല, അവർക്ക് ഈ ഭൂമി എന്ന വലിയ ഒരു സംഭവത്തെ മറികടക്കാനുള്ള അവരുടെ ഒരു ആഗ്രഹമാണ് ഉടമസ്ഥ. സംസ്ഥാനം എത്രത്തോളം വേഗത്തിലാണ് വളരുന്നത്? സംസ്ഥാനത്തിന്റെ വളർച്ചയുടെ വേഗത വളരെ വലുതാണ്. കേരളത്തിന്റെ ഒരു മെച്ചം, കേരളം ഇപ്പോൾ ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാനും അഥവാ നിക്ഷേപം നടത്താനും ലോകം കാണാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങൾ കാണാനും പറ്റുന്ന വിധത്തിലേക്ക് മാറുകയാണ്. ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ഒരു കാര്യം അതിദരിദ്രമില്ലാത്തൊരു സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റണം. ഏറ്റവും ചെറിയ പ്രശ്നമാണ്, ചെറിയ ശതമാനമേ ഉള്ളൂ. ഇപ്പോൾ 0.5 ആയി. നേരത്തെ സിംഗിൾ ഡിജിറ്റ് ആയിരുന്നു, അതിപ്പോൾ 0.5 ആയി. പക്ഷേ ഈ 2025 ജനുവരി നവംബർ 1 അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി മാറും. അത് മുതൽ വിഴിഞ്ഞം ടെർമിനൽ വരെ അതാണ് അതിൻ്റെ ഒരു പൊതു സാധ്യത. ഒരു സമാനതകളില്ലാത്ത സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനം. ഇവിടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വരുന്നു, ഇവിടെ വാട്ടർ മെട്രോ വരുന്നു, ഇവിടെ ശരിയാത്ത മെട്രോ ദൂരം കൂട്ടുന്നു, ഇവിടെ നമ്മുടെ പിന്നെ വിഴിഞ്ഞം തുറമുഖമുണ്ടാകുന്നു, ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കപ്പെടുന്നു. പല വിധത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ദേശീയപാത ഇന്ത്യയിൽ തന്നെ ഏറ്റെടുക്കാൻ എത്ര വേഗതയാണ് നമ്മൾ കാണിക്കുന്നത്. ദേശീയപാത ഇടിയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല എന്നുള്ള ചോദ്യം. ദേശീയപാത പണിയേണ്ടത് ദേശീയപാത അതോറിറ്റിയാണ്, അവർക്ക് മാത്രമേ അതിൽ പറ്റുള്ളൂ. അതിലൊരു കല്ല് പോലും വെക്കാൻ PWDക്ക് പറ്റില്ല. പിന്നെ എന്ത് കേരളം സഹായിച്ചു എന്നാണ് പറയുന്നത്? കേരളം ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്തതുപോലെ ഭൂമി ഏറ്റെടുക്കാൻ 25% സംഖ്യ 6,000 കോടി രൂപയോളം കേരളം മുടക്കി. കല്ല് കിട്ടാതെ വന്നു എന്ന് പറഞ്ഞിട്ട് നിർമ്മാണം നിർത്തിയിടയിൽ. അപ്പോൾ കല്ലിന് കേരളത്തിലെ ഗവൺമെന്റിന് കിട്ടേണ്ട റോയൽറ്റി കേരളം ഉപേക്ഷിച്ച്, സീനിയറേജും റോയൽറ്റിയും ഒക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ കല്ലെടുത്തോളാൻ പറഞ്ഞു. മണ്ണ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ ജലപാതയ്ക്കകത്ത് നിന്ന് ഉൾപ്പെടെ മണ്ണെടുക്കാൻ ദേശീയപാത അതോറിറ്റിയുടെ കരാറുകാർക്ക് അനുവാദം കൊടുത്തു. കേരളത്തിന് ചെയ്യാവുന്നത് ഇതിൻ്റെ സൗകര്യമൊരുക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അത് വേഗത്തിൽ ചെയ്തു. ഇങ്ങനെ ഇപ്പോൾ ഏറ്റവും അവസാനം കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറി. അതൊരു ദിവസത്തെ മാറ്റമല്ല. പ്രിയപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിൽ ആ വകുപ്പ് നടത്തുന്ന സമാനതകളില്ലാത്ത പ്രയത്നമുണ്ട്. പക്ഷെ അതോടൊപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെ റവന്യൂവും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിക്ഷേപകരോടും ഭൂമിയോടും അതിന് വേണ്ട നടപടിക്രമങ്ങളോടും എടുക്കുന്ന ഒരു സമീപനത്തിൽ വലിയ മാറ്റം വരുത്തി. അതിനിടയിലാണ് ഈ കിറ്റെക്സ്, കേരളത്തിന്റെ ഒരു വലിയ വ്യവസായ സംരംഭമാണല്ലോ കിറ്റെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കിറ്റെക്സിന്റെ ഉടമ വലിയ ആരോപണങ്ങൾ സംസ്ഥാനത്തിനെതിരെ ഉന്നയിച്ചിരുന്നു. സംസ്ഥാനം ഒരു തരത്തിലും വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നു ആരുടെയും സഹായം ഇല്ലാതെയാണ് താൻ വ്യവസായം ഡെവലപ്പ് ചെയ്തെടുത്തത് എന്ന് പറയുന്നു. സാബ് പറഞ്ഞത് യഥാർത്ഥത്തിൽ കേരളത്തെ അനുകൂലിച്ചാണെന്നാണ് എൻ്റെ പക്ഷം. ഒരാളുടെയും സഹായം ഇല്ലാതെ ഒരു വ്യവസായിക്ക് വളർന്നു വരാനുള്ള എന്താ അന്തരീക്ഷവും കേരളത്തിൽ ഉണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഏതെങ്കിലും വിധത്തിൽ ഒരു മന്ത്രിയുടെയോ ഒരു ഭരണാധികാരിയുടെയോ കാല് പിടിക്കാതെ, ഏതെങ്കിലും സഹായം ചെയ്യാതെ, പ്രീതിപ്പെടുത്താതെ കേരളത്തിൽ വ്യവസായം ആരംഭിക്കുക. ഇന്ന് നമ്മൾ കണ്ട വാർത്ത എന്താ? ആന്ധ്രയെ ഉൾപ്പെടെ പിന്തള്ളിക്കൊണ്ട് വിദേശ നിക്ഷേപത്തിൽ 14 സ്ഥാനത്ത് കിടന്നിരുന്ന കേരളം 9ാം സ്ഥാനത്തേക്ക് വന്നു. ഇപ്പോൾ ഇന്ത്യയിൽ വിദേശ നിക്ഷേപങ്ങളിൽ 9ാം സ്ഥാനം അലങ്കരിക്കുന്ന സംസ്ഥാനമായി കേരളം വന്നു. കേരളത്തിൻ്റെ അത്ര നല്ല എയറുള്ള സ്ഥലം ഏതാണ്? കേരളത്തിൻ്റെ അത്ര നല്ല ശുദ്ധജലമുള്ള സ്ഥലം ഏതാണ്? കേരളത്തെ പോലെ എല്ലാ വിധത്തിലും ടാലൻറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ തൊഴിലിനു വേണ്ടി കിട്ടുന്ന സ്ഥലം ഏതാണ്? ഇപ്പോൾ കേരളം ഇപ്പോൾ സ്വിഫ്റ്റ് കേരളത്തിൽ കൊണ്ടുവന്നു. 50 കോടിയിൽ താഴെ നിക്ഷേപമുള്ള ഏതൊരാൾക്കും സ്വിഫ്റ്റിൽ ഒരു അഫിഡവിറ്റ് കൊടുത്ത് അയാൾ ആരംഭിക്കാൻ പോകുന്ന വ്യവസായം നിയമവിരുദ്ധമല്ലെങ്കിൽ, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണെങ്കിൽ, നിയമപരമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും, അതായത് നിയമം റവന്യൂവിനും തദ്ദേശത്തിനും ഒക്കെ പല വിധത്തിലുള്ള നിയമങ്ങളുണ്ട്, എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത് എന്നൊരു അഫിഡവിറ്റ് കൊടുത്താൽ അയാൾക്ക് ഉടനെ ആരംഭിക്കാൻ വ്യവസായം. 3.5 കൊല്ലത്തിനുള്ളിൽ പിന്നെ ഈ ബാധ്യതകൾ തെളിയിച്ചാൽ ഈ സ്റ്റാർട്ടപ്പുകൾ അടച്ചുപൂട്ടുന്ന ഒരു നിലയും ഇല്ലേ കേരളത്തിൽ? ഈ കഴിഞ്ഞ വർഷമാണെങ്കിൽ തന്നെയും ഏതാണ്ട് 200-ലേറെ സ്റ്റാർട്ടപ്പുകൾ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്?
അങ്ങനെയല്ല. കേരളത്തിൽ സ്വയം സംരംഭകത്വത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ഒരു ട്രെൻഡ് ഉണ്ടാവുന്നുണ്ട്. യുവാക്കൾക്കിടയിൽ വ്യവസായം തുടങ്ങുക എന്ന് പറയുന്നത് ഒരു ട്രെൻഡായി മാറുന്നു. അപ്പോ യഥാർത്ഥത്തിൽ ഇവർ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരുകയാണ്. ഇത് വേറെ ഒന്നിൽ പോയി മർജ് ചെയ്യാണ്. അല്ലാതെ സ്വയം സംരംഭകം ആരംഭിക്കുന്നവർ ഇട്ടിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുകയല്ല. അവരാരംഭിക്കുന്നത് കുറെ കൂടി വളർന്ന് സ്വയം സംരംഭകത്വത്തിൽ നിന്ന് ഒരു വ്യവസായ താല്പര്യത്തിലേക്ക് അവർക്ക് വളരാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും കേരളത്തിലെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലൂടെ ബാങ്കുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള താല്പര്യങ്ങളിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. കേരളം പലപ്പോഴും കേൾക്കാറുള്ളൊരു മോശപ്പേര്, ഇവിടെ വന്നാൽ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടാകും, തൊഴിലാളികളുടെ തർക്കം ഉണ്ടാകും, അനുവാദം കിട്ടില്ല, ഇതിനു വേണ്ടി കയറി നടക്കേണ്ടി വരും. ഇതൊക്കെ കേരളം മാറ്റിയല്ലോ. അതുകൊണ്ടല്ലേ ഏറ്റവും നല്ല വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളത്തിൽ മാറിയത്. അതുകൊണ്ടല്ലേ 14ാം സ്ഥാനത്ത്, വിദേശ നിക്ഷേപങ്ങളിൽ 14ാം സ്ഥാനത്ത് കടന്നിരുന്ന കേരളം മജ്ജമ്പാണ് 9ാം സ്ഥാനത്തേക്ക്. ഇനി ഞങ്ങൾ കയറി വരും. കാരണം ഇപ്പോൾ ഈ ഇന്റർനാഷണൽ സബ്മിറ്റ് കഴിഞ്ഞതോടുകൂടി ഇനി കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കേരളം ആ വിധത്തിൽ കയറി വരും. അപ്പം ഞാൻ പറഞ്ഞത് വ്യവസായ നിക്ഷേപത്തിനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കുക. ഇപ്പൊ കിഫ്ബി കേരളത്തിൽ വന്നതോടുകൂടി കേരളം ഭൗതിക നേട്ടങ്ങളുടെ ഒരു വലിയ സംവിധാനമാണ് മാറിയത്. ഐസക് സഖാവ് ഇത് അവതരിപ്പിച്ചുകൊണ്ട് സഭയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. 20 കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെയാകും കേരളം, അതിപ്പോൾ നമുക്ക് കാണാം. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ കേരളം ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ച് എല്ലാവർക്കും വരാനും ഇരിക്കാനും. പിന്നെ കേരളം, ഞാൻ പറയട്ടെ, ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലേക്കും കേരളത്തിൽ നിന്ന് പോകുന്ന പലരെ കുറിച്ചും പറഞ്ഞല്ലോ. മതസൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ കലാപങ്ങളില്ലാത്തൊരു നാട് ഏതാണ്? ഇപ്പോൾ വ്യവസായത്തിന് മുഖ്യമന്ത്രി ക്ഷണിച്ചുവോ, വ്യവസായ മന്ത്രി പരവതാനി വിരിച്ചുവോ, വേറൊരു മന്ത്രി ചായ കുടിക്കാൻ കൂടിയോ, ഇതൊന്നുമല്ലല്ലോ പ്രശ്നം. ഒരു നാടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മതനിരപേക്ഷ സ്വഭാവം ഉണ്ടാക്കി കലാപങ്ങളില്ലാത്തൊരു നാട്, ഏറ്റവും നല്ല വായു ശ്വസിക്കാൻ പറ്റുന്ന, വെള്ളം കിട്ടുന്ന, വൈദ്യുതി കിട്ടുന്ന, നല്ല വിധത്തിൽ പിന്നെ എക്യുപ്പൈഡ് ആയിട്ടുള്ള തൊഴിൽ നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റുന്ന, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരുള്ള ഇതുപോലൊരു നല്ല അന്തരീക്ഷം വേറെ എവിടെയും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന വികസന മാറ്റം അതിദരിദ്രമില്ലാത്ത കേരളം മുതൽ വിഴിഞ്ഞം വരെയുള്ള എല്ലാ വിധത്തിലുമുള്ള സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനമാണ്. തീർച്ചയായും കേരളം കുതിക്കുകയാണ്. വളരെ നന്ദി മിനിസ്റ്റർ, ഇത്രയധികം സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. താങ്ക് യു.